ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ചാലക്കുടിയിൽ നിന്ന് കോഴിക്കോട് വരെ ഞങ്ങൾ ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ കറക്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 5:30 5:45 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നേരം വെളുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങി ഏകദേശം തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് നേരം ശരിക്കും അങ്ങോട്ട് വെളുത്ത് വരുന്നത്. പിന്നെ നല്ല തണുപ്പായിരുന്നു. എപ്പോഴും നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടവൽ അല്ലെങ്കിൽ ഒരു മാസ്ക് എന്തായാലും നമ്മുടെ കയ്യിൽ കരുതണം. കാരണം നല്ല കാറ്റും അതേപോലെ തന്നെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു മുക്കാൽ കൈയുള്ളൊരു ടോപ്പാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നേരം വെളുത്ത പോലെ തോന്നി കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ സ്ഥലമൊന്നും കണ്ടതായിട്ട് ഓർക്കില്ല. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ തന്നെ പോന്നപ്പോൾ ഇങ്ങനെ ലോങ് ഡ്രൈവ് വീടുകളിലേക്ക് പോവുക, ട്രിപ്പൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വെളുപ്പിന് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾ രാവിലെ 5:30 ഇറങ്ങിയതുകൊണ്ട് കുറച്ചല്ല നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെച്ചടിച്ച് ഇങ്ങോട്ട് പോകുന്നു. വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ കഴിഞ്ഞ് കുറച്ച് സ്ഥലത്ത് ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോരാം. മാസ്കൊക്കെ വെക്കുക, ടവലൊക്കെ കേട്ടാൽ അപ്പം നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ നിർത്താം കേട്ടോ. പിന്നെ ഞങ്ങളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് എത്തിയെന്ന് കാണുമ്പോൾ തന്നെ ഇത്രയും ദൂരം ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 150-160 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരാൾ ഞങ്ങളോട് വണ്ടിയൊക്കെ എങ്ങനെയുണ്ട്, ഓടിക്കാൻ കൊള്ളോ, സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നല്ല വണ്ടിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 5:30 ഇറങ്ങിയിട്ട് ഒരു 8:30 ആയപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണമെന്ന്. അങ്ങനെ ചായയും മുട്ടക്കറിയും അതേപോലെ തന്നെ പൊറോട്ടയും മുട്ടക്കറിയും മീൻകറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. ഞാൻ 2 കറിയും കൂട്ടി കഴിച്ചു കേട്ടോ. ഞാൻ മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തെങ്കിലും എനിക്ക് മീൻകറി കണ്ടപ്പോൾ അത് വേണം തോന്നി, അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്